ഹലോ ഗൈസ്, വെൽക്കം ടു രജനീസ് വേൾഡ്. ഇന്നും ഞാൻ വന്നിരിക്കുന്നത് സ്വാദിഷ്ടമായ ഒരു ഡ്രൈ കറി ആയിട്ടാണ്. ചുരയ്ക്കും ചെമ്മീനും അടിപൊളി ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക ആൻഡ് ഷെയർ ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. അപ്പോൾ ഇത് സ്വാദിഷ്ടമായ കറികൾ ഇനിയും വരുന്നതാണ്. അപ്പോൾ ഒരു തവ അടുപ്പത്ത് വെച്ച് ഒരു വലിയ സവോള കനം കുറച്ചരിഞ്ഞ് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ നമ്മൾ സവോളയൊക്കെ പെട്ടെന്ന് വാടിക്കിട്ടും. വാടി കഴിയുമ്പോൾ നമുക്ക് പച്ചമുളകും ഇഞ്ചിയും ചേർക്കാം. ഞാൻ കാന്താരി മുളകായ കാരണം വളരെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. സാധാ മുളകാണെങ്കിൽ കുറച്ചധികം ചേർക്കണം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഒന്ന് വാടി വരുമ്പോൾ നമ്മൾക്ക് അതിൽ 1 ടീസ്പൂൺ ഫുള്ള് ക്രഷ്ഡ് ചില്ലി ചേർക്കണം. അതായത് ഇടിച്ച മുളക് പൊടി ചേർത്ത് ഇളക്കാം. ഇതിനകത്ത് ഇച്ചിരി എരിവൊക്കെ വേണം കേട്ടോ, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കാരണം ചുരക്കയ്ക്ക് ചെറിയൊരു മധുരമാണ്, ചെമ്മീനും ചെറിയൊരു മധുരമാണ്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് പച്ച ചെമ്മീനോ അല്ലെങ്കിൽ വേവിച്ച് വെച്ച ചെമ്മീനോ എങ്ങനെയായാലും കുഴപ്പമില്ല ഇട്ട് ഇളക്കുക. ഇളക്കി യോജിപ്പിച്ച് മസാലയൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ചുരക്ക കഷ്ണങ്ങൾ, കുഞ്ഞിതായിട്ട് അരിഞ്ഞു വെച്ചുള്ള ചുരക്ക കഷ്ണങ്ങൾ ഇതിൽ ചേർത്ത് ഉപ്പ് പോരെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഒരല്പം വെള്ളം കൂടെ ചേർക്കണം. അടി പിടിക്കാതിരിക്കാനാണ്. ഈ ചുരക്കയിൽ നിന്ന് ശരിക്കും വെള്ളം ഇറങ്ങുന്ന തിളച്ച് കഴിയുമ്പോൾ അതിൽ കുമ്പളങ്ങ പോലെയൊക്കെ തന്നെയാണ് ഒന്ന് വെള്ളം ഇറങ്ങും. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് നല്ല പോലെ വേവിച്ചെടുക്കാം. വെന്ത് വരുമ്പം ഒരു 10 മിനിറ്റ് വേവിക്കുമ്പോഴത്തേക്കും 10-15 മിനിറ്റ് ആകുമ്പോഴത്തേക്കും സിമ്മിലിട്ട് വെന്ത് കിട്ടും. വെന്ത് വരുമ്പോൾ നമ്മൾക്ക് അതിൽ കുറച്ച് തേങ്ങാക്കൊത്ത് കൂടി ചേർത്ത് നല്ല പോലെ ഡ്രൈ ആക്കിയിട്ട് വറ്റിച്ചെടുക്കണം. വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഈ കറി എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ നമ്മളത് തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും ഉണ്ടാക്കാനുള്ള ഒരു സ്വാദാണ് ഇതിനുള്ളത്. അടിപൊളി ടേസ്റ്റാണ്. കൊച്ചിക്കാരുടെ സ്പെഷ്യലാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ.